ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാനചിത്ര. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടി 3 വെളുത്തുള്ളി, ഒരു 5 കഷ്ണം പച്ചമുളക്, കുറച്ച് ഫുഡ് കളർ. ചിക്കൻ 65 ആയതുകൊണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ കളർ ചേർത്തിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഇത്രയും കളറേ എടുത്തിട്ടുള്ളൂ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ട, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിന് 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത് പുതിനയുടെ ഇലയാണ്. ഇത്രയും പുതിനയുടെ ഇലയാണ് ഇത്രയും ബ്രസ്റ്റ് പീസിനെ എടുത്തേക്കുന്നത്. എനിക്കതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും ബ്രസ്റ്റ് പീസിന് ഒരു ഓൾമോസ്റ്റ് ഈ ബൗളിൻ്റെ 3/4 ഭാഗം ഞാൻ പുതിന എടുത്തിട്ടുണ്ട്. ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്ര വലിപ്പമുള്ള പീസസാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കതിനെ ബാക്കി കൂടി അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ കട്ട് ചെയ്ത് ഞാൻ എല്ലാം വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പും. ഇത് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നുള്ളൂ. രണ്ടാമത്തെ മാരിനേഷൻ ഞാൻ ബാക്കി ഉപ്പ് ചേർക്കും. ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടതിനെ പുരട്ടി വയ്ക്കാം. ഇങ്ങനെ പുരട്ടി ഒരു 15 മിനിറ്റ് നമ്മൾ വയ്ക്കണം. എന്നിട്ട് അടുത്ത ലെവൽ മാരിനേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 15 മിനിറ്റ് വെച്ചതിന് ശേഷം അടുത്ത മാരിനേഷൻ ചെയ്യാം. അടുത്ത മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് പുതിന അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിന ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി, മുട്ടയും കൂടി ചേർക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് മാരിനേഷൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് മാരിനേഷന് അരച്ച് വെച്ച പുതിനയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് കോൺഫ്ലവർ, ഫുഡ് കളർ, മൈദ, കുരുമുളക് പൊടി. സമയത്ത് നമുക്ക് ബാക്കി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പേ കൊടുത്തിട്ടുള്ളൂ. ആഡ് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് 3/4 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് ആവശ്യമനുസരിച്ച് ഇപ്പോൾ ഞാൻ 3/4 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ട് മാരിനേറ്റ്
എല്ലാം മാരിനേറ്റൊക്കെ പിടിപ്പിച്ചു. ഇനി നമുക്ക് ഒരു 1 മണിക്കൂർ ഇത് വയ്ക്കാം. കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും നല്ലത്. ഒരു മിനിമം 1 അവർ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഞാനൊരു 1 അവർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 45 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇപ്പോൾ ചിക്കൻ ഉണ്ട് അതിനകത്തേക്ക്. ഇപ്പോൾ ചിക്കൻ പകുതി വെന്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. ഞാനിത് വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഞാൻ പേപ്പർ ടവലിലേക്ക് എടുക്കുകയാണ്, കാരണം എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി എടുത്ത് വറുത്തെടുക്കാം. ഇവിടെ കറിവേപ്പിലയും കൂടി ഇടാം. ഇതെല്ലാം ആയിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ കൂടി വറുത്ത് കൂടി മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വറുത്ത പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും കൂടെ ഞാൻ അതുകൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.